ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വെണ്ടയ്ക്ക കഴുകി ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയിട്ട് അതിലേക്ക് തന്നെ ഒരു സബോള നുറുക്കിയതും എരിവുള്ള 2 പച്ചമുളകും കറിവേപ്പിനെല്ലാം കൂടി ഇട്ടിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അത് ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി. ആ കൊഴുവഴുപ്പ് മാറുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഉണക്ക ചെമ്മീനില്ലേ, അത് കഴുകി നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കുത്തിപ്പൊടിച്ച മുളക് പൊടിയും കൂടി ഇട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തു അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൊരിയിച്ച് കൊടുക്കണം. നല്ല മൊരിഞ്ഞ് വരണം. വെണ്ടയ്ക്കയും ഉണക്ക ചെമ്മീനും മെഴുക്ക് പുരട്ടി. ഇനി കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ കൈപ്പിടി നാളികേരം ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്പെഷ്യൽ വെണ്ടയ്ക്ക ഉണക്ക ചെമ്മീൻ മെഴുക്ക് പുരട്ടിയെന്നോ തോരനെന്നോ ഉപ്പേരി കൂട്ടാനെന്നോ ഒക്കെ പറയാം. നന്നായി മൊരിച്ചിടും, നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. കാരണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക, സബോള, പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരുമിച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ട് കൊഴുപ്പ് ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഉണക്ക ചെമ്മീൻ വറുത്തത് കുറച്ച് ഉണക്ക മുളകും കൂടി ഇട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടതിന് ശേഷം ഒരു പിടി നാളികേരം, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കി മുരിയിച്ചു കൊടുത്തു. ഇനി മതി, ഇത്രയ്ക്ക് മതി. നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ഉണക്ക ചെമ്മീൻ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.